ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വീഴിയില്ലാതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരേ റേഞ്ചിൽ കിടന്ന് പ്ലേ ചെയ്യുന്ന മാർക്കറ്റിൽ ഞാൻ എന്ത് ലെവൽ നിങ്ങൾക്ക് വരച്ചു തരാനും. നിങ്ങൾ നോക്കിയാൽ അറിയാം, കഴിഞ്ഞ തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി ചെയ്ത വീഡിയോയുടെ സെയിം ഏകദേശ റെഫറൻസ് ലെവലിന്റെ ഭാഗത്താണ് നിഫ്റ്റി കിടക്കുന്നത്. ഒരു മാറ്റവും ഇല്ല, താഴോട്ടും ഇല്ല മുകളിലോട്ടും ഇല്ല. അങ്ങനത്തെ ഒരു മാറ്റത്തിൽ കൂടെയാണ് നമ്മുടെ മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടെ റേഞ്ച് വന്നു, ആ റേഞ്ച് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു, അടുത്ത റേഞ്ച് വന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, ഈ കഴിഞ്ഞ ബുധനാഴ്ച വന്ന ആ ഒരു സെല്ലിങ്, ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലിങ്ങിന്റെ അകത്താണ് കൃത്യമായിട്ട് നമ്മുടെ മാർക്കറ്റ് കിടന്ന് കളിക്കുന്നത്. ആ POCക്ക് മുകളിൽ ക്ലോസ് ചെയ്യുന്നില്ല, ആ വാല്യൂവിലേക്ക് താഴെയും ക്ലോസ് ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ജെയുടെ അകത്ത് കിടന്ന് ഈ സെല്ലിങ് വന്ന 24,180 തൊട്ട് 24,225 വരെയുള്ള ആ സെല്ലിങ്ങിന്റെ ഏരിയയുടെ ഭാഗത്ത് തന്നെ കൃത്യമായിട്ട് കിടന്ന് സെല്ലിങ് സ്ട്രക്ചറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ് ഇപ്പം. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു പ്രൊഫൈലുകൾ എല്ലാത്തിനും ഒന്ന് മെർജ് കൊടുത്ത് വച്ച് തന്നാൽ നമുക്ക് കുറച്ചും കൂടെ ഐഡന്റിഫൈ ചെയ്യാം, റേഞ്ചിനെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പം നമുക്കറിയാൻ പറ്റുമല്ലോ, ഈ ഒരു സെല്ലിങ്ങിന്റെ പ്രഷറിനകത്തുള്ള 24,225-ന് 23-നും 23,952 ഇടയ്ക്കാണ് മാർക്കറ്റ് കിടന്ന് കളിക്കുന്നത്. 24,072 ഭാഗത്ത് സ്ട്രോങ് ആയിട്ട് കഴിഞ്ഞ വ്യാഴം, വെള്ളി, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇന്ന് 5 ദിവസമായിട്ട് മാർക്കറ്റ് ആ റേഞ്ചിൽ കിടന്ന് കളിക്കുകയാണ്. സോ 24,072 ഞാൻ ആ റേഞ്ചിന്റെ POC ആയിട്ട് കൊണ്ടുവരുന്നത്. വേറെ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല കുട്ടികളെ. 24,072 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ, നമ്മളെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഈ 24,230 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം, 200 ഇന്നലെ 24,230 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 24,300, സെക്കൻഡ് 365, തേർഡ് 24,420. സോ ലെവൽസിന് അപ്സൈഡിന് ഒരു മാറ്റവും ഇല്ലേ. ഡൗൺ സൈഡിന്റെ റെഫറൻസ് ലെവലിന് മാത്രം ചെറിയൊരു ലെവൽ ഒന്ന് മാറ്റി താഴേക്ക് വരക്കണം. ആ ഒരു റിപ്പയറിങ് മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് കാണുന്നുള്ളൂ. 24,000 എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ഏരിയക്ക് താഴെ, 24,000 താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രം ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അത് മാത്രം ഞാനൊന്ന് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങനെ വരും? 23,952 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്ത് 23,952 എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ ഏരിയയുടെ ലോയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. ഫസ്റ്റ് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. സെക്കൻഡ് എന്ന് പറയുമ്പം അതിന് താഴെ 23,900 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഏരിയയുടെ ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും മാർക്കറ്റ് എവിടെയാണ്. ഈ ഒരു ലോവർ ലെവൽ പൊട്ടിയാൽ അടുത്ത വരുന്ന എന്താണ്? ആ ദിവസം വന്ന 23,845, 23,845 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു നമ്മൾ താഴേക്ക് വന്നാലും ഈ കഴിഞ്ഞു പോയ ബുധനാഴ്ചയുടെ, പ്രീവിയസ് വീക്കിന്റെ ബുധനാഴ്ചയുടെ ആ ഒരു റെഫറൻസ് ലെവലിന്റെ ഭാഗത്തൊക്കെ തന്നെയാണ് ആശാൻ താഴേക്ക് വരാനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ റെഫറൻസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും, 24,230 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബൈ 24,300 ഭാഗത്ത്, 365 ഭാഗത്തേക്കും 420 ഭാഗത്തേക്കും ഇല്ല. 24,000 പൊട്ടുകയാണെങ്കിൽ എങ്ങോട്ട് വരാം? 23,952, 23,900, 23,845 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതൊരു റേഞ്ച് ആയിട്ടാണ് മാർക്കറ്റ് കൃത്യമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ആ റേഞ്ചിൽ നിന്ന് ഒരു അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ നിഫ്റ്റി പോകുന്നില്ല. നമുക്കിനി ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് വെച്ചാൽ തമ്മിൽ ഭേദം 90 രീതിയിൽ കുറച്ചെങ്കിലും വ്യത്യാസം നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഒരു ORR ഡൗൺ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി വന്നത്. ഒരു പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് പ്രൊഫൈലാണ്. 57,745 അവിടെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ POC. സോ ഈ നേരത്തെ വന്ന POC ഒന്ന് തട്ടി താഴേക്ക് കൊണ്ടുവരാം. 57,745 അവിടെയാണ് POC വന്നിരിക്കുന്നത്. ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 58,265 അല്ല, പകരം 58,100 താഴെ, 58,100, 58,100 മുകളിൽ അവൻ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 58,266, 58,267 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് 58,400 ഭാഗത്തേക്ക് വരാം. തേർഡ് അതിന് 400 494, എത്രയാണ്? 58,494 ഭാഗത്തേക്ക്, 494 ഭാഗത്തേക്കും.
അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ച് പറഞ്ഞാൽ 58,630. തേർഡ് ടാർഗറ്റ് നമ്മൾ 58,630. എത്രയാണ്? 58,630. ഇതായിരിക്കും ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ച് പറയാനുള്ള എൻ്റെ റഫറൻസ് ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും കൃത്യമായിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടൊന്ന് മാർക്കറ്റ് വാച്ച് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു റഫറൻസ് ലെവൽ ആക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ 57,550 പൊട്ടണമെങ്കിൽ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 57,394, സെക്കൻഡ് ടാർഗറ്റ് 57,239, തേർഡ് ടാർഗറ്റ് 57,000 എന്ന് പറഞ്ഞ ഈ റഫറൻസ് ലെവലിൻ്റെ ഭാഗത്തേക്ക് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെക്കുറിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെയാണ് നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിക്ക് എനിക്ക് പറയാനുള്ള റഫറൻസ് ലെവൽ അങ്ങനെയൊക്കെ തന്നെ കിടപ്പുണ്ട്. പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊടിക്കന്നെ ചെറുത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് മാത്രമേ എനിക്ക് കൃത്യമായിട്ട് മാർക്കറ്റിൽ കാണുന്നുള്ളൂ. ഇനി മിഡ് ക്യാപ്പിൽ മാത്രമാണ് കുറച്ച് എന്തേലും ഒരു പോസിറ്റീവ് വൈബ് ഞാൻ ഇപ്പം കാണുന്നത്. മിഡ് ക്യാപ്പ് ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് ഡേ ആയിരുന്നു. 14,808 ഭാഗത്തേക്ക് ആ POC 14,808 ഭാഗത്തേക്ക് ആ POC വന്നിട്ടുണ്ട്. പുള്ളിഷ് റഫറൻസിന് ഒരു മാറ്റമില്ല. കണ്ടോ, 14,830 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 880, 930, 15,000 ഭാഗത്തേക്ക് വരാം. 14,700 പൊട്ടയാണെങ്കിൽ 660, 600, 540 എന്ന് പറഞ്ഞ റഫറൻസ് ലെവലിൻ്റെ ഭാഗത്തേക്ക് വരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ് 2 ദിവസമായിട്ട് വീഡിയോ ചെയ്യാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ റഫറൻസ് ലെവൽ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീണ്ടും വീഡിയോ ചെയ്ത് നിങ്ങളെ മുഷിപ്പിക്കുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. എല്ലാവരും കൃത്യമായിട്ട് ഈ ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. നിങ്ങൾ വാച്ച് ചെയ്ത് കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള കുറേ സീരിയസ് വീഡിയോസ് ഇൻസ്റ്റയിലും നമ്മുടെ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് പോടുന്നുണ്ട്. അതിൻ്റെ ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ സീരീസ് വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്ന ഒരു പ്രചോദനം. സോ അത് നിങ്ങൾ തരികയാണെങ്കിൽ എന്ത് പറ്റും, ഞാൻ നല്ല കിടിലം മാക്ക പ്രൊഫൈലിനെ കുറിച്ചുള്ള ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള വീഡിയോസ് ഇനിയും നല്ല രീതിയിൽ ഇടാനുള്ള ഒരു എനിക്കൊരു നമ്മളൊരു ഉത്തേജനം തോന്നും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഉത്തേജനം തരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഈ വരാൻ പോകുന്ന ജൂലൈ 31 ഞങ്ങളുടെ പുതിയൊരു മെൻറ്ററിങ് ബാച്ച് തുടങ്ങിയാണ്. അപ്പോൾ ആ മെൻറ്ററിങ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം. എൻ്റെ കൂടെ ലൈവായിട്ട് ഇരുന്ന് ട്രേഡ് ചെയ്യണം. ഞാൻ സ്വിങ് ചെയ്യാറുണ്ട്, സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യാറുണ്ട്, ഇൻഡെക്സ് ഓപ്ഷൻ ചെയ്യാറുണ്ട്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ചെയ്യാറുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്, ഇക്വിറ്റി ഷെയർസ് വാങ്ങാറുണ്ട്. അങ്ങനെ ഞാൻ വാങ്ങുന്നത് എന്താണ്, എങ്ങനെ വാങ്ങുന്നു, എന്ത് ബേസ് ചെയ്ത് വാങ്ങുന്നു എന്നൊക്കെ എല്ലാം പഠിച്ച് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒന്ന് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ തംബ്ലൈനിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.